ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ബോളിവുഡ് കണ്ണുവെച്ചു ആ മമ്മൂട്ടി സിനിമയ്ക്ക് വേണ്ടി. തമിഴും തെലുങ്കും ഹിന്ദിയുമെല്ലാം ഒരേപോലെ ബലം പിടിച്ച് കോടികൾ വാരിക്കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ആ മമ്മൂട്ടി പടം മാത്രം റീമേക്കിന് അവിടെ കൊടുത്തില്ല. ആ ചിത്രത്തിൻ്റെ പേരാണ് റോഷാക്ക്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മലയാളത്തിൽ നിന്നുള്ള മികച്ച സിനിമകൾ, മലയാളം എന്നാൽ ഇന്ത്യയുടെ ഒരു കുഞ്ഞൻ ഫിലിം ഇൻഡസ്ട്രി മാത്രം. ഇവിടെ നിന്നുള്ള ചിത്രങ്ങൾ പലപ്പോഴായി ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലുമൊക്കെ കൊണ്ടുപോയി കോടികൾ വാരുന്ന പതിവുണ്ട്. പക്ഷേ ഒരു ശരാശരി മലയാളി എന്ന ലെവലിൽ അങ്ങനെ ഒരു പടം കാണുമ്പോൾ നമ്മളൊക്കെ മൂക്കത്ത് വിരലും വെച്ച് കൈയും വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. കാരണം ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി ഏത് നടൻ അഭിനയിച്ചാലും ആ സിനിമ മറ്റുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള ദേശത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണോ അഭിനയം, അല്ലെങ്കിൽ ഇതായിരുന്നു അഭിനയം എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് പോകും. അതായത് മലയാളത്തിൽ ചെയ്തിരിക്കുന്ന ഏത് സിനിമയ്ക്കും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് അയ്യേ എന്ന് തന്നെ തോന്നുകയുള്ളൂ. അത്രത്തോളം മികച്ച നടന്മാരാണ് മലയാളത്തിലുള്ളത്. ഇക്കുറി നമ്മൾ കണ്ടത് റോഷാക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി അവർ ഒരുപാട് പണം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ റൈറ്റ്സ് മമ്മൂട്ടി കമ്പനി കൊടുത്തില്ല. കാരണം റോഷാക്ക് ഒരു ഒന്നൊന്നര സിനിമ തന്നെയാണ്. ഒരുപക്ഷെ 10-20 വർഷം കഴിയുമ്പോൾ മലയാള സിനിമ ആ ഒരു സിനിമയെ വാഴ്ത്തിപ്പാടുന്ന ഒരു കാലം വരുമെന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഗംഭീര ചിത്രം തന്നെയായിരുന്നു. ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ആ ഒരു സിനിമ അഭിനയത്തിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ കഥയുടെ കാര്യത്തിലും എല്ലാ രീതിയിലും ഒരു ഒന്നൊന്നര സിനിമ തന്നെയായിരുന്നു. മേക്കിംഗ് ഒരു കൊടൂരമെന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ആ സിനിമ അവർ ഒരുപാട് ശ്രമിച്ചു. തെലുങ്കിലും ശ്രമിച്ചു, അതേപോലെ തന്നെ ഹിന്ദിയിലും ശ്രമിച്ചു. പക്ഷേ മമ്മൂട്ടി കമ്പനി കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുത്ത് അത് വൃത്തികേടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കിരീടം പോലെയുള്ള സിനിമകൾ റീമേക്ക് ചെയ്ത് നമ്മൾ പൊട്ടിച്ചിരിച്ചിട്ടുള്ളതാണ്. എത്ര സീരിയസ് ആയിട്ടുള്ള മോഹൻലാൽ ഗംഭീരമായി ചെയ്തു വെച്ച ആ ഒരു സിനിമ ചില തമിഴിലും തെലുങ്കിലുമൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ണ് തള്ളി ഇരുന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെയും അഭിനയിക്കാം അല്ലേ? അഭിനയത്തിൻ്റെ കാര്യം ഓരോരുത്തരുടെ കഴിവായിരിക്കാം. പക്ഷേ ആ സിനിമകളിൽ പൂർണ്ണമായിട്ടും അങ്ങനെ നശിപ്പിച്ചെടുക്കുന്ന എന്തിന് മണിച്ചിത്രത്താഴ് പോലെയുള്ള സിനിമകൾ, അങ്ങനെയുള്ള ഓരോ സിനിമകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ മമ്മൂട്ടി സിനിമകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ജീവിച്ച ഒരാൾ സത്യരാജ് ആയിരിക്കും. അദ്ദേഹമാണ് മമ്മൂട്ടി സിനിമകളുടെ റീമേക്ക്. നമുക്കറിയാം പൂവിന് പുതിയ പൂന്തന്നൽ എന്ന മമ്മൂട്ടി സിനിമ ഇവിടെ ഒരു പരാജയമായ സിനിമ കോടികൾ വാരി ഹിന്ദിയിലും തമിഴിലൂടെ ഒക്കെ ആയിട്ട്. പക്ഷേ ഇക്കുറി മമ്മൂട്ടി കമ്പനി ഒരു കാര്യം ഉറപ്പിച്ചു. ഇത്ര മികച്ച മമ്മൂട്ടി ഇത്ര ക്ലാസിക്കായി ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രം ഇനിയും വേറെ ആർക്കും കൊടുക്കുന്നില്ല. കാരണം അത് ഒരു കോമഡി പീസാക്കാൻ അവർക്ക് താല്പര്യമില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.